നിസ്കാരത്തിൽ കളവ് നടത്തുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, ഇന്ന അസ്വ അന്നാസി സരിഖത്തൻ അല്ലദീ യസ്റഖു മിൻ സലാത്തിഹി. ഏറ്റവും മോശപ്പെട്ട കള്ളൻ അത് നിസ്കാരത്തിൽ കളവ് നടത്തുന്നവരാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ, നിസ്കാരത്തിൽ കളവ് നടത്തുകയെ? അതെ, നിസ്കാരത്തിൽ റുക്കൂഉം സുജൂദും അതൊന്നും വേണ്ടതുപോലെ നിർവഹിക്കാതെ അതിൽ അടങ്ങി താമസിക്കേണ്ടത് അങ്ങനെ തന്നെ നിർവഹിക്കണം. അത് അനിവാര്യമായ ഒരു ഘടകമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ നന്നായി വുദൂ ചെയ്ത് റുക്കൂഉം സുജൂദും അവൻ്റെ ഖിറാഅത്തും ഒക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം തന്നെ അവനോട് പറയും, എന്നെ നീ സംരക്ഷിച്ചതുപോലെ അള്ളാഹു നിന്നെയും സംരക്ഷിക്കട്ടെ എന്ന്. അങ്ങനെ ആകാശലോകത്തേക്ക് പ്രഭയോടുകൂടെ പ്രകാശത്തോടുകൂടെ അതിനെ ഉയർത്തപ്പെടുമെന്നാണ്. അങ്ങനെ അവർക്ക് വേണ്ടി അത് സാക്ഷി പറയുമെന്നാണ്. എന്നാൽ നേരെ തിരിച്ച് വേണ്ടതുപോലെ വുദൂവോ റുക്കൂഉ സുജൂദോ പൂർത്തിയാക്കാതെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് അവനെ ശപിക്കുമെന്നാണ്. എന്നെ നീ അവഗണിച്ചതുപോലെ നിന്നെയും അള്ളാഹു അവഗണിക്കട്ടെ എന്ന് പറയും. ആകാശലോകത്തേക്ക് അത് ഉയർത്തപ്പെടുകയില്ല. അത് കറുത്തിരണ്ടതായിരിക്കും. പഴകിയ വസ്ത്രങ്ങൾ എറിയപ്പെടുന്നത് പോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ അതിനെ വലിച്ചെറിയപ്പെടുമെന്നാണ്. 60 വർഷം ഒരാള് ഇങ്ങനെ കൃത്യമായ തുമനീനത്തും അടക്കവും അടങ്ങി താമസിക്കലൊന്നും ഇല്ലാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും അള്ളാഹു തആല തള്ളിക്കളയുമെന്നാണ്. അവൻ്റെ അന്ത്യം മോശമാകുമെന്നാണ്. വേഗത്തിൽ നിസ്കരിച്ച് അത് നിർവഹിച്ച് അതൊരു കടമ പോലെ ചടങ്ങ് പോലെ നിർവഹിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന ചിന്ത ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുന്നിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് എന്നും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം ഇതാണെന്നും എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഇതാണെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഇബാദത്താകുമ്പോഴേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. ആ രൂപത്തിൽ നിസ്കരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.